അതികഠിനമായ ചൂടിൻ്റെ പശ്ചാത്തലത്തിൽ റിച്ചൂട്ടൻ്റെ പുറത്തുള്ള കളിയൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തപ്പം അവൻ എപ്പം ബോറടിയാണ്. അപ്പം അവൻ്റെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ അച്ചാച്ചൻ വർഷങ്ങളായി ഇതുപോലെ സൂക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ മോനെ കാണിച്ചു തരാം. അച്ഛൻ കല്യാണത്തിന് പോയ ടൈം നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തത്. കാരണം അച്ഛനുള്ള ടൈമിൽ എന്തായാലും ഇത് കാണിച്ചു തരില്ല. കാരണം റിച്ചൂട്ടൻ ഇത് ഡാമേജ് ആക്കുമോ എന്നുള്ള പേര് കാരണമായിരിക്കാം ഇതുവരെ ഇങ്ങനത്തെ ഫോട്ടോസും കാര്യങ്ങളും ആൽബങ്ങളും ഒന്നും റിച്ചൂട്ടൻ കണ്ടിട്ടില്ല. അച്ഛൻ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ചിലവഴിച്ച് ഇഷ്ടംപോലെയുള്ള കാര്യങ്ങളും അവർ ടൂറിന് പോയ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ അച്ഛൻ അന്ന് ജീവിച്ച ജീവിതം നമുക്ക് ഒരു ഫോട്ടോസിലൂടെ കാണാൻ കഴിയുന്നത് ഇത്തരം ആൽബങ്ങൾ വഴിയാണ് കേട്ടോ. ഫോട്ടോസ് വഴി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഏട്ടൻ ഫുള്ള് ടൂർ അടി ആയത് എന്തുകൊണ്ടാണെന്ന്. ടൂർ അടിക്കുമ്പോൾ അച്ഛനൊന്നും പറയാറുമില്ല, കാരണം അച്ഛൻ പണ്ട് അങ്ങനെയായിരുന്നു. ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസും ടൂറും ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഫാമിലിയിലോട്ട് കടന്നോട്ടെ. ഞങ്ങളുടെ ഫാമിലിയാണ്, ഇത് ഏട്ടൻ്റെ ചെറുപ്പകാലത്തിലെ ഫോട്ടോസാണ്. അതുപോലെ തന്നെ ആ ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ ക്യാമറയിൽ പതിഞ്ഞ് അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം നിറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ഞങ്ങളുടെ പഴയ റൂം, ഞങ്ങളുടെ ഓർമ്മയിലില്ലാത്ത ഞങ്ങളുടെ ആ പഴയ റൂം, അതൊക്കെ ഈ ഫോട്ടോ വഴി കാണാൻ പറ്റി. ഈ വീടും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല കേട്ടോ, അതൊക്കെ പൊളിച്ച് പുതിയ വീടൊക്കെ എടുത്തു. അങ്ങനെ ഫസ്റ്റ് ബാഗിലുള്ള ഓൾമോസ്റ്റ് ഫോട്ടോസൊക്കെ ഞങ്ങൾ നോക്കി. ഇനി സെക്കൻഡ് ബാഗാണ്. ഇതിലാണ് അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണ ആൽബവും അതുപോലെ തന്നെ ഞങ്ങൾ കുട്ടിക്കാലത്തെ ഫോട്ടോസും പിന്നെ ഇപ്പോൾ ഉള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ആൽബത്തിലാണ്. ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ റിച്ചൂട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതേത് കുട്ടിയാ, ഇതേത് ചെക്കനാന്നൊക്കെ. ഞാൻ പറഞ്ഞു കൊടുത്തു, ഇത് അമ്മയും മാമൻ്റെയും ഒക്കെ പഴയ കാലത്തെ ഫോട്ടോസാണ്, അച്ചാച്ചൻ അന്നേരം എടുത്തു വച്ചിരിക്കുന്നതാണെന്ന്. അപ്പം ഏകദേശം ഞങ്ങളെ എല്ലാ വളർച്ചയിലുള്ള എല്ലാ ഘട്ടങ്ങളിലെയും ഫോട്ടോ അച്ഛൻ എന്താ പറയേണ്ടതെന്ന് ഇതുപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഈ ആൽബമൊന്നും ഞങ്ങളെ കയ്യിലധികം തരാറില്ല, കാരണം അത് അങ്ങനെ കളയുന്നില്ല ഇതിലായിരിക്കും. അച്ഛൻ ഇന്നും അതൊക്കെ സൂക്ഷിച്ച് വെക്കും.